അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖഹിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ആദ്യ പ്രവർത്തനം എണ്ണം എഴുതുക എന്നുള്ളതാണ്. 1. ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ. ജുമുഅയുടെ ഖുതുബയുടെ ഷർത്തുകളാണ് ചോദിക്കുന്നത്. ഷർത്തുകൾ 9 എണ്ണമാണ് ഖുതുബക്ക്. 2. ജുമുഅ ഖുതുബയുടെ ഫർളുകൾ. ഖുതുബയുടെ ഫർളുകൾ 5 എണ്ണമാണ്. 5 ഫർളുകളും 9 ഷർത്തുകളും ഖുതുബക്കുള്ളത്. 3. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ. എത്ര ഫർളുകളാണ്? 7 ഫർളുകളാണ് മയ്യിത്ത് നിസ്കാരത്തിനുള്ളത്. 4. നിസ്കാരത്തിലെ ഫിഅലിയായ ഫറളുകൾ, പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എത്ര എണ്ണമാണ്? അത് 8 എണ്ണമാകുന്നു. 5. നിസ്കാരത്തിലെ ഖൗലിയായ ഫറളുകൾ. നിസ്കാരത്തിൽ ചൊല്ലുന്നതായ ഫറളുകൾ എത്ര എണ്ണമാണ്? അത് 5 എണ്ണം ഉണ്ട്. 1. ഖൗലിയായ ഫറളുകളിൽ ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. 2. ഫാത്തിഹ ഓതലാണ്. 3. ഒടുവിലെ അത്തഹിയാത്ത് ഓതലാണ്. 4. ഒടുവിലെ തശഹുദിന് ശേഷം, അതായത് അത്തഹിയാത്തിന് ശേഷം നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലലാണ്. 5. ഒന്നാം സലാം വീട്ടലാണ്. ഇതൊക്കെയാണ് ഖൗലിയായ ഫറളുകൾ. ഇനി വേർതിരിച്ച് എടുത്തെഴുതുക എന്നുള്ള പ്രവർത്തനമാണ്. ഇതിൽ നിന്ന് ഹറാമായതും അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങളും വേർതിരിക്കുക. 1. ജുമുഅക്ക് കുളിക്കുക എന്നതെന്താണ്? സുന്നത്താണ്, അല്ലേ? ജുമുഅ ദിവസം കുളിക്കൽ സുന്നത്താണ്. 2. കൊതുകിൻ്റെ ശവം പള്ളിയിൽ ഇടുക, അങ്ങനെ ചെയ്യൽ ഹറാമാണ്. അതുപോലെ പള്ളിയിൽ ഉച്ചത്തിൽ സംസാരിക്കുക, ഉറക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ഹറാമാണ്. മറ്റൊന്ന് പുരുഷൻ പട്ട് ധരിക്കൽ. പുരുഷന് പട്ട് ധരിക്കുക എന്നത് ഹറാമാണ്. അടുത്തത് എല്ല് കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ, മനോഹരം ചെയ്യുക എല്ല് കൊണ്ട്, അതും ഹറാമാണ്. ഇനി നമുക്ക് പൂർത്തിയാക്കാം. വരി മുഴുവനാക്കി കൊടുക്കുക. 1. കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കൽ ഡാഷ്. കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കൽ കറാഹത്താകുന്നു. 2. റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്താണ് ഡാഷ്. റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്താണ് വിത്ർ നിസ്കാരം. 3. സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹ് ആകുന്നതല്ല. 4. നിസ്കരിക്കുന്നവൻ നല്ല കുപ്പായം ധരിക്കൽ ഡാഷ്, എന്താണ്? സുന്നത്താണ്. 5. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബ്ലക്ക് ഡാഷ്, എന്താണ്? ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ചോദ്യം 1. തയമ്മും. എന്താണ് തയമ്മും? നിയത്തോടു കൂടി മുഖത്തും 2 കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. 2. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത്. അത് അറബിയിൽ എഴുതി കൊടുക്കാം. ഉസല്ലി ഫറള അലാ ഹാദൽ മയ്യിത്തി. ഉസല്ലി ഫറള അലാ ഹാദൽ മയ്യിത്തി. 3. ജുമുഅ വാജിബില്ലാത്തവർ. ആർക്കാണ് ജുമുഅ വാജിബില്ലാത്തത്? ഉത്തരം കുട്ടികൾ, സ്ത്രീകൾ, യാത്രക്കാർ, ഉദ്റുള്ളവർ എന്നിവർക്ക് ജുമുഅ വാജിബില്ല. ഇനി ഉത്തരം എഴുതാം. 1. ജമാഅത്തിൽ കുറഞ്ഞത് എത്ര പേരാണ്? ഒരു ജമാഅത്ത് നടക്കണമെങ്കിൽ എത്ര പേര് വേണം?
ഒരു ഇമാമും വേണം, ഒരു മഅ്മൂമും വേണം, 2 പേര് മതി. 2. അബ്ആദ് സുന്നത്തുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? അബ്ആദ് സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ നിന്ന് ഈ 2 ഉദാഹരണം ചോദിക്കാം. ഈ അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? സലാമിന് തൊട്ട് മുമ്പ് 2 സുജൂദ് ചെയ്യൽ സുന്നത്താണ്. 3. സ്ത്രീ ശരീരം മുഴുവനും മറക്കണം. എപ്പോഴാണ്? അന്യപുരുഷന്മാരുടെ അടുക്കൽ സ്ത്രീ ശരീരം മുഴുവനും മറക്കണം. 4. ലഹരി ദ്രാവകങ്ങൾ എങ്ങനെയാണ് ശുദ്ധിയാവുക? ലഹരി ദ്രാവകങ്ങൾ എങ്ങനെയാണ് ശുദ്ധിയാവുക എന്നുള്ള ചോദ്യം പലതവണ വന്നിട്ടുണ്ട് പരീക്ഷയിൽ. അത് സ്വയം സുർക്ക ആവൽ കൊണ്ടാണ് ശുദ്ധിയാവുന്നത്. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാമെന്നുള്ളതാണ്. 1. ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാൻ വേണ്ട ഷർത്തുകൾ. 2 ഉദാഹരണമാണ്. 1. ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതൽ. 2. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. 2. വിസർജനം കറാഹത്തായ സ്ഥലങ്ങൾ. ഉദാഹരണം എഴുതുമ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളം എഴുതാം, കുറഞ്ഞൊലിക്കുന്ന വെള്ളം, സംസാരിക്കുന്ന സ്ഥലം, വഴി, മാളം, പഴം കായ്ക്കുന്ന മരച്ചുവട്, ഏതെങ്കിലുമൊക്കെ ഈ 2 എഴുതിയാൽ മതി കേട്ടോ. ഇനി യോജിപ്പിക്കാം എന്നുള്ളതാണ്. 1. ദീനിൻ്റെ തൂണാണ്. ഏതാണ് ദീനിൻ്റെ തൂൺ? ഇടതുഭാഗത്ത് കാണാം, നിസ്കാരം. 2. പ്രായപൂർത്തിയുടെ അടയാളം. ഇടതുഭാഗത്ത് കാണാം, മനി പുറപ്പെടൽ. 3. ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് വുളൂ സുന്നത്താണ് എന്ന് കാണാം. 4. ഇസ്തിൻജാ, അതിൻ്റെ അർത്ഥമാണ് ശൗച്യം ചെയ്യൽ. 5. റവാത്തിബിൻ്റെ റക്അത്തുകൾ. എത്രയാണ്? 22 റക്അത്തുകളാണ്. ഇതോടുകൂടെ നമ്മുടെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഫിഖിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവസാനിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.